ജോയേട്ടാ, ഈ ഈ ബിസിനസ്സിൽ മനുഷ്യത്വത്തിനുള്ളൊരു വലിയ സ്ഥാനം വളരെ വലുതാണ്. അങ്ങ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കറിയാം. അപ്പൊ ഈ മനുഷ്യത്വത്തിന് ഇത്രയും അധികം സ്ഥാനം കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യാപാരികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ അടിക്കടി കൂടുന്ന വിലക്കയറ്റം, അതുപോലെ GST എന്ന് പറയുന്ന ആ പരിപാടി, ഈ പരിപാടിയൊക്കെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു? എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഓരോ ദിവസവും വില കൂടുന്നു. ഇപ്പോൾ എന്ത് സാധനം മേടിക്കാൻ പോയാലും ഇന്നത്തെ വിലയല്ല നാളെ, നാളത്തെ വിലയല്ല മറ്റന്നാൾ. പിന്നെ GST എന്ന് പറയുന്ന ഒരു പ്രേതം അന്താളിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പാമ്പേഴ്സ് വരെ വാങ്ങിക്കാൻ അതിന് വരെ GST ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനധികം പറയുന്നു ഒരു മുട്ടുസൂചി മേടിച്ചാലും GST ആയിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഈ 3 പേരും, ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷനാണ്, നിങ്ങൾ 3 പേരും ഒന്ന് അതിനെക്കുറിച്ച് പറയണം. ഈ വില കൂടുന്നതിനെക്കുറിച്ചും GST എന്ന ഇടപാടിനെ കുറിച്ചും ഓക്കെ. പിന്നെ ആധാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ വഴിയാധാരമാക്കിയ ചില കാർഡുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വഴിയാധാരങ്ങൾ. മനുഷ്യന്റെ ജീവിതം വഴിയാധാരം, സാധാരണക്കാരൻ്റെ ജീവിതം വഴിയാധാരമാവുകയും പണം ഉള്ളവന് തന്നെ കുമിഞ്ഞുകൂടുകയും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാതെയും വരുന്ന ഈ സാഹചര്യത്തിൽ ഏത് സർക്കാരാണെന്ന് എനിക്ക് പ്രശ്നമില്ല, അത് കേന്ദ്ര സർക്കാരാവാം, കേരള സർക്കാരാവാം, ആര് തന്നെയായാലും പൊതുജനത്തിന്റെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? വില കൂടുക, GST തുടങ്ങിയിട്ടുള്ള പെർസെൻറ്റേജുകൾ. GST ഇന്ത്യയിൽ വളരെ കാലം കഴിഞ്ഞിട്ട് തുടങ്ങിയത്. ലോകം മുഴുവൻ GST ഉണ്ട്. എനിക്കുള്ള സ്ഥാപനങ്ങളിലെ എല്ലാ രാജ്യത്തും GST ഉണ്ട്. ഇപ്പം ജൂവലറിയെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാണ് ഏറ്റവും കുറവ് GST ഉള്ളത്? ലണ്ടനിൽ 20% GST ഉണ്ട്, ഡ്യൂട്ടി GST ഉണ്ട്. സിംഗപ്പൂർ 8% ഉണ്ട്, അമേരിക്കയിൽ 9% ഉണ്ട്, സൗദി അറേബ്യയിൽ 15% ഉണ്ട്, അപ്പോൾ UAE 5% ഉണ്ട്. അപ്പോൾ GST ഇവിടെ 3% ഉള്ള ജൂവലറി സംബന്ധിച്ച്. ഇപ്പൊ ടെക്സ്റ്റൈലും ഗാർമെന്റ്സ് എടുക്കുകയാണെങ്കിൽ 15%, 18% ഒക്കെ. ഈ GST മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. വാസ്തവത്തിൽ ഈ GST വന്നതോടു കൂടിയിട്ട് അതെല്ലാം, ഞാനൊരു അസോസിയേഷനെ ഹെഡ് ചെയ്യാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, എന്നാലും തുറന്നു പറയാം. GST വന്നതോടു കൂടിയിട്ട് വളരെ ബിസിനസ് സൗകര്യമാവുക ചെയ്ത്, സുതാര്യമായി, വളരെ സൗകര്യമായി. കാരണം ഇതിനു മുമ്പ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ the competition is between the genuine business people and tax evaders. നികുതി വെട്ടിപ്പുകാരൻ്റെ ഒപ്പം നികുതി കൊടുക്കുന്നവന് നിലനിൽക്കാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ GST വന്നോടി കുറഞ്ഞു വരുന്നു. നമ്പർ 2, ബ്ലാക്ക് മണിയുടെ കുറവ് വന്നു. ഇതിനു മുമ്പൊക്കെ നമ്മുടെ കടയിൽ 10% ആണ് കാർഡ് സെയിൽസ് നടക്കുക, അപ്പോൾ 70% കാർഡ് ഉപയോഗിച്ചു തുടങ്ങി. ഇത് വരുമ്പോൾ എല്ലാവർക്കും ഒരേ ബിസിനസ് ചാനലിലായി. ഗവൺമെന്റിന് നാച്ചുറലി റവന്യൂ കിട്ടുന്നുണ്ട്. ഈ റവന്യൂ ഇല്ലാതെ രാജ്യം ഒന്നുമില്ലാണ്ടായി കഴിഞ്ഞാൽ ശ്രീലങ്കേനെ മാതിരിയാവും നമ്മൾ. അപ്പൊ വാസ്തവത്തില് ഈ GST ഈ പറഞ്ഞ ബുദ്ധിമുട്ട് GSTക്ക് ഇല്ല. ജെന്യുവിനായിട്ട് ഞങ്ങളൊക്കെ വാസ്തവത്തിൽ നിങ്ങൊന്നാലും ഈ തൃശ്ശൂരിന്റെ ആണല്ലോ, തൃശ്ശൂരിൽ ട്രഡീഷണൽ ആയിട്ട് വലിയ വലിയ ബിസിനസ്സുകാര് ഇപ്പൊ ആ പേരുകളൊന്നും കാണാനില്ല. എന്താ കാരണം? അവരൊക്കെ വല്ല സിനിമ പിടിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലോ പോയിട്ടല്ല. ഈ ലീഗലും ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാണ്ട് മാറിപ്പോയിട്ടുള്ളവരവരൊക്കെ. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ GST രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 2-3 ഇപ്പോൾ ഒരു ബാങ്കിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഒരു കച്ചവടക്കാരന് ലോൺ കൊടുക്കണമെങ്കിൽ അവരുടെ കച്ചവട ടേൺ ഓവർ എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം GST സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അസസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് അപ്രൈസൽ വളരെ എളുപ്പമാണ്. അതുപോലെ ആധാർ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും KYC ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഒരു ദിവസം ഒരാളെ ലോൺ ആപ്ലിക്കേഷൻ ചെയ്തു അന്ന് തന്നെ ലോൺ കൊടുക്കാനായിട്ട് പറ്റുന്നതിൻ്റെ കാരണം ആധാറാണ്. ആധാർ കൊണ്ട് അവരുടെ KYC വളരെ എളുപ്പത്തിൽ നമുക്ക് വെരിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും. പേയ്മെൻറ്റ്സ് മുഴുവൻ ഇന്നിപ്പോൾ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ. ഓക്കെ, താങ്ക് യു.